അവരെടുത്തുള്ള SPC വോളണ്ടിയേഴ്സിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ നാലാം സംസ്ഥാനത്തിന്റെ വികസന കുറിപ്പിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും പുത്തൻ അധ്യായം തുറക്കാൻ കഴിയുന്നതിന് അഭിമാനത്തോടുകൂടി തന്നെയാണ് സർക്കാർ നാലാം വാർഷികാഘോഷങ്ങൾ തന്നെയാണ്. അതോടൊപ്പം വിശിഷ്ട അതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട പൂർണ്ണ സഹകരണം ചടങ്ങിന് ഔപചാരികമായ തുടക്കം കുറിക്കുവാനായി ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. ശ്രീ പിണറായി വിജയൻ അവർകൾ ഈ ഒരു ചടങ്ങ് വലിയ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയി. മഹാപ്രളയം ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നത് പത്തനംതിട്ടയിലേക്ക് ഈ ജില്ലാതല യോഗത്തിലേക്ക് വന്ന സഭാനായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി നിങ്ങളുടെ ഓരോരുത്തരും സാന്നിധ്യത്തിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ ജില്ലാതല യോഗം എടുക്കുന്ന കാഴ്ച 2016 കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ കെടുകാര്യസ്ഥതയുടെ പാരമ്യത എത്രത്തോളം ആകാം എന്നതിൻ്റെ ഉദാഹരണമായിരുന്നല്ലോ. ഇപ്പോൾ ആ രംഗത്ത് മാറ്റം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യരംഗത്ത് വന്ന മാറ്റം ഇവിടെ നേരത്തെ പരാമർശിക്കുകയുണ്ടായി. ആരോഗ്യരംഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ലോകത്തെ വരവേൽപ്പിച്ച കോവിഡ് മഹാമാരി, ആ കോവിഡിന് മുന്നിൽ മുട്ടുകുത്താത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിയപ്പോൾ ആ കേരളത്തെ രാജ്യവും ലോകവും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. കോവിഡിൻ്റെ ഏറ്റവും മൂർധന്യ ദശയിൽ നമ്മുടെ ആശുപത്രികളിൽ ബെഡ് ഒഴിവുണ്ടായിരുന്നു. നമ്മുടെ ആശുപത്രികളിൽ ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. നമ്മുടെ ആശുപത്രികളിൽ ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. കോവിഡ് ഏറ്റവും മൂർധന്യ ദശയിൽ മറ്റു പല രാജ്യങ്ങളും വല്ലാതെ പ്രയാസപ്പെട്ടതും കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീണതും അവിടെ വെന്റിലേറ്റർ സൗകര്യമില്ലാത്തതുകൊണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ആവശ്യത്തിലുള്ള വെന്റിലേറ്ററുകൾ അപ്പോഴും ഒഴിവുണ്ടായിരുന്നു. ഇതെല്ലാം സാധിച്ചത് എന്തുകൊണ്ടാണ്? ചിലയിടങ്ങളിൽ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞവർക്ക് പിന്നെ കോവിഡ് ബാധിച്ച് ചികിത്സ ഉണ്ടായിരുന്നില്ല. കാരണം കിടക്കാൻ പറ്റില്ല, ഈ കിടക്കുന്നതിന് വെന്റിലേറ്റർ ഇല്ല, മറ്റ് ആവശ്യമായ സൗകര്യങ്ങളുടെ ബെഡുകളില്ല. അങ്ങനെ വന്നപ്പോൾ ഒരു നിശ്ചിത പ്രായത്തിന് മേലെയുള്ളവരെ മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. ഇവിടെ അത്തരം ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. 100 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അമ്മൂമ്മയൊക്കെ കോവിഡ് ബാധിച്ച് തിരിച്ചു വന്ന വാർത്ത നമ്മൾ നല്ല ആവേശത്തോടെ കേൾക്കുന്നത്. അതായിരുന്നല്ലോ കേരളം. എന്തുകൊണ്ടാണ് കേരളത്തിൽ സാധിച്ചത്? അതാണ് നോക്കിയത്. 2016 അവസ്ഥയാണ് കോൺഗ്രസിലേക്ക് മറ്റ് പലയിടത്തും സംഭവിച്ചത് തന്നെ സംഭവിക്കുകയായിരുന്നു. 2016 ശേഷം നമ്മുടെ കേരളത്തിൽ ആർദ്ര മിഷൻ നടപ്പാക്കി. അതിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി താലൂക്ക് ആശുപത്രികൾക്ക്
മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളിൽ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനും അങ്ങനെ ആരോഗ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അതിലൂടെയാണ് ഈ പറയുന്ന മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിലെല്ലാം നല്ല രീതിയിലുള്ള പങ്ക് നമ്മുടെ കിഫ്ബി എന്ന ധനസ്രോതസ്സിന് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, 2016 ശേഷം നാം ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനം നേരിട്ട സാഹചര്യം ഒരു സാധാരണ അവസ്ഥയായിരുന്നില്ല എന്നതോർക്കണം. നമുക്ക് ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയുണ്ടായി. നിപ്പ, ഓഖി, 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തൊട്ടു പിന്നാലെ വന്ന ലോകത്തെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി, ഇതെല്ലാം അതിൻ്റെ അതിരൂക്ഷമായ സ്വഭാവത്തോടെ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. നമ്മുടേതുപോലൊരു സംസ്ഥാനം തകരാൻ പിന്നെ എന്ത് വേണം? പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. ദുരന്തങ്ങൾ ഉണ്ടായാൽ ആ ദുരന്ത ഭൂമി നമ്മുടെ രാജ്യത്ത് ഒറ്റപ്പെട്ടു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടന തന്നെ ഒരു കാര്യം ഉറപ്പു നൽകിയിട്ടുണ്ട്. അത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായാൽ ആ ദുരന്തമുണ്ടായ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ട് എന്ന് വ്യക്തമായി എഴുതി വെച്ച ഭരണഘടനയാണ് നമ്മുടേത്. അത് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ബാധകമായിരുന്നു. നിർഭാഗ്യവശാൽ നമുക്ക് ആ ഭരണഘടനയിൽ പറഞ്ഞ കാര്യം അതിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാനേ കഴിഞ്ഞില്ല. 2018 മഹാപ്രളയം ഉണ്ടായിട്ടും കേരളം ആകെ തകർന്നടിഞ്ഞു പോകുന്ന അവസ്ഥ വന്നിട്ടും നമ്മെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി. അതാണ് നമ്മുടെ അനുഭവം. പക്ഷെ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. നമ്മുടെ നാടിനെ അതിജീവിക്കേണ്ടതുണ്ടായിരുന്നു. ആ അതിജീവനത്തിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് നാം കടന്നു. ഇക്കാര്യത്തിൽ പിന്നീട് രാജ്യവും ലോകവും നമ്മെ ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടു. എങ്ങനെയാണ് ഈ കേരളത്തിന് ഈ രീതിയിൽ അതിജീവിക്കാൻ കഴിയുന്നത്? അതിന്റെ കാരണം നാടിന്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയുമായി. ആ ഐക്യവും ഒരുമയും ഏത് അസാധ്യമെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യവും സാധ്യമാക്കുന്നതിനുള്ള ശേഷി നമ്മുടെ സംസ്ഥാനത്തിന് സമ്മാനിച്ചു. അങ്ങനെയാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക്, അതിജീവനത്തിലേക്ക്, മറ്റുള്ളവർ നല്ല മാതൃക എന്ന് പ്രശംസിക്കുന്ന തരത്തിലുള്ള അതിജീവനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു. ഇന്റർവെൻഷൻസും ചെയ്യുന്നത് നമുക്ക് മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി കോന്നിയിൽ 3 ബാച്ച് കുട്ടികളൊക്കെ പഠിക്കുകയാണ്. 100 ബാച്ചുകൾ